പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഫെബ്രുവരിയിൽ മസ്കത്തിൽ നിന്ന് കേരള സെക്ടറിലേക്കുള്ള സർവീസുകൾ വെട്ടിക്കുറച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വെബ്സൈറ്റ് അനുസരിച്ച് ഫെബ്രുവരിയിൽ കോഴിക്കോട്ടേക്കുള്ള 9 സർവീസുകളാണ് കുറച്ചത്. മസ്കത്തിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ആഴ്ചയിൽ എല്ലാ ദിവസവും സർവീസ് നടത്തുന്നുണ്ടായിരുന്നു. എന്നാൽ എക്സ്പ്രസിന്റെ വെബ്സൈറ്റ് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ പല ദിവസങ്ങളിലും സർവീസുകൾ കാണാൻ കഴിയുന്നില്ല. കാര്യമായി ബുധൻ വ്യാഴം ദിവസങ്ങളിലെ സർവീസാണ് നിലച്ചിരിക്കുന്നത്. ഈ മാസം 9, 12, 15, 17, 19, 20, 24, 26, 27 തീയതികളിൽ വെബ്സൈറ്റ് പരിശോധിച്ചാൽ സർവീസ് ലഭ്യമല്ല എന്ന അറിയിപ്പാണ് ലഭിക്കുന്നത്. കണ്ണൂരിലേക്കും കൊച്ചിയിലേക്കും സർവീസുകൾ കുറച്ചിട്ടുണ്ട്. ഈ മാസം 17 മുതൽ മസ്കത്തിൽ നിന്ന് കണ്ണൂരിലേക്ക് ആഴ്ചയിൽ 4 സർവീസുകൾ മാത്രമാണ് ഉള്ളത്. ബാക്കി 3 ദിവസം സർവീസുകൾ ഇല്ല. നേരത്തെ ആഴ്ചയിൽ 6 സർവീസുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് നടത്തിയിരുന്നത്. ഈ മാസം 17 മുതൽ കൊച്ചിയിലേക്കും 4 സർവീസുകൾ മാത്രമാണ് നടത്തുന്നത്. എത്ര അപാകതകൾ ഉണ്ടെങ്കിലും സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസിനെയാണ്. മറ്റു വിമാന കമ്പനികളെക്കാൾ ടിക്കറ്റ് നിരക്കുകൾ കുറവായതാണ് സാധാരണക്കാരെ ആകർഷിക്കുന്നത്. നിരക്കിനൊപ്പം കൂടുതൽ ലഗേജുകൾ കൊണ്ടുപോവാൻ കഴിയുന്നതും സാധാരണക്കാർക്ക് സൗകര്യമാണ്. അതോടൊപ്പം കണ്ണൂർ സർവീസുകൾ കുറയ്ക്കുന്നത് മസ്കത്തിൽ നിന്ന് ഈ സെക്ടറിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് തിരിച്ചടിയാകും. കണ്ണൂരിലേക്ക് നിലവിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രമാണ് സർവീസ് നടത്തുന്നത്. കോഴിക്കോട്, കൊച്ചി എന്നിവിടങ്ങളിലേക്ക് ഒമാൻ എയർ, സലാം എയർ, ഇൻഡിഗോ എന്നിവ സർവീസ് നടത്തുന്നതിനാൽ എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ കുറയ്ക്കുന്നത് യാത്രക്കാരെ വല്ലാതെ ബാധിക്കില്ല. കണ്ണൂരിൽ നിന്ന് സർവീസ് നടത്താൻ നിരവധി വിമാന കമ്പനികൾ തയ്യാറാണെങ്കിലും അന്താരാഷ്ട്ര പദവി ലഭിക്കാത്തതിനാൽ എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രമാണ് ഇപ്പോഴും സർവീസ് നടത്തുന്നത്. കണ്ണൂരിൽ നിന്ന് വിമാന സർവീസുകൾ കുറയുന്നതോടെ ഈ മേഖലയിലുള്ളവർക്ക് കോഴിക്കോട്, മംഗളൂരു, ബംഗളൂരു അടക്കമുള്ള വിമാനത്താവളങ്ങളെ ആശ്രയിക്കേണ്ടി വരും. ഇത്തരം വിമാനത്താവളങ്ങളിൽ ഇറങ്ങുന്ന കണ്ണൂർക്കാർക്ക് ഏറെ മണിക്കൂറുകൾ റോഡ് വഴിയും റെയിൽവേ വഴിയും ദുരിതയാത്രകൾ നടത്തിയിട്ടാണ് വീട്ടിലെത്താൻ കഴിയുക. ഹ്രസ്വ അവധിക്ക് നാട്ടിൽ പോകുന്നവർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അടിയന്തര ആവശ്യങ്ങൾക്കായി നാട്ടിൽ പോകേണ്ടി വരുന്ന കണ്ണൂർ വിമാനത്താവളത്തെ ആശ്രയിക്കുന്ന യാത്രക്കാർക്കും സർവീസുകൾ കുറയുന്നത് വലിയ തിരിച്ചടിയാകും. ഇന്ത്യൻ രൂപയുടെ മൂല്യമിടിവ് തുടരുന്നു. ഇന്ന് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 87.18 എന്ന നിലയിലാണ് ഇടപാട് നടക്കുന്നത്. ഇതോടെ ഒരു റിയാലിന് 225 രൂപ 50 പൈസയാണ് വിവിധ എക്സ്ചേഞ്ചുകൾ നൽകുന്നത്. ഓൺലൈൻ ആപ്പുകളിലും ഗൂഗിൾ എക്സ്ചേഞ്ച് റേറ്റുകളിലും കാണിക്കുന്നത് 226 മുകളിൽ ആണ്. വരും ദിവസങ്ങളിലും മൂല്യം കുറയാനാണ് സാധ്യത. ഈ നില തുടരുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഒരു റിയാലിന് 233 രൂപ വരെ എത്താൻ സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായം.